ഹലോ ഫ്രണ്ട്സ്, ഇന്ന് പറയാൻ പോകുന്ന കഥ എന്ന് പറയുന്നത് ഇന്നലെ പറഞ്ഞ ചേച്ചിയുടെ കൂട്ടുകാരി എന്ന കഥയുടെ മൂന്നാം ഭാഗമാണ് കേട്ടോ. അപ്പം എല്ലാവരും കഥ കേട്ടിരിക്കുക. കേട്ടിരുന്ന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഞാൻ സ്മിത ചേച്ചിയും കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് അടുക്കളയിലേക്ക് വന്നു. അമ്മ സ്മിത ചേച്ചിയെ കണ്ട സമയത്ത് തന്നെ ഒറ്റ നോട്ടം. കാരണം സ്മിത ചേച്ചിയുടെ ഡ്രസ്സ് തന്നെയായിരുന്നു അമ്മ ഇങ്ങനെ നോക്കിയത്. പെട്ടെന്നമ്മ എന്നെയും നോക്കി. ശേഷം എന്നോടായിട്ട് പറഞ്ഞു, ഷിജിൻ, നീ അവിടെ പോയിരുന്നു, ഞാൻ ഭക്ഷണം അവിടെ കൊണ്ടുവെക്കാം. ആ പറച്ചിൽ കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് അത് പിടിച്ചിട്ടില്ല. കാരണം സ്മിത ചേച്ചിയുടെ അടുത്ത് നിൽക്കുന്നത് അമ്മയ്ക്ക് അത്രയും പിടിച്ചിട്ടില്ല. കാരണം അതൊക്കെ സ്മിത ചേച്ചിയുടെ വസ്ത്രധാരണം കൊണ്ട് മാത്രമായിരുന്നു. ഞാൻ അവിടെ നിന്ന് പോകുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു, ഒരു വസ്ത്രധാരണം അവരുടെ അവകാശമല്ലേ, എന്തിനാ അമ്മ ഇങ്ങനെ പെരുമാറുന്നതെന്നൊക്കെ. ആ നിമിഷം തന്നെ സ്മിത ചേച്ചിയുടെ അമ്മ പറഞ്ഞു, മോള് പോയി കുളിച്ചിട്ട് ഈ ഒരു സാരി ഉടുത്തോണ്ട് വാ. ഇവിടെ എല്ലാവരും സാരിയോ അല്ലെങ്കിൽ ചുരിദാറോ ഇടാറ്, അല്ലാതെ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇവിടെ ഇടാറില്ല മോളെ, അത് ബാംഗ്ലൂർ ഫാഷനല്ലേ എന്ന് അമ്മ പറയുന്ന സമയത്ത് സ്മിതജി എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ചേച്ചിക്ക് അതിലൊന്നും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അമ്മ അത് പറഞ്ഞ സമയത്ത് എനിക്കതിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത കണക്ക് തന്നെ ഞാൻ പെരുമാറി. കാരണം സ്മിത ചേച്ചിയെ പോലെ ഒരാള് ബാംഗ്ലൂരിലൊക്കെ പോയി അത്യാവശ്യം നല്ല രീതിയിൽ നിന്നിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ അടുത്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർക്ക് ചിലപ്പം ദഹിച്ചു എന്ന് വരില്ല, എങ്കിലും അവരത് മുഖത്ത് കാണിക്കാത്തത് തന്നെയാണ് എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ കുറച്ചു നേരം ഹോളിൽ നിന്നതിന് ശേഷം ഞാൻ വിചാരിച്ചു നേരെ എൻ്റെ റൂമിൽ കുറച്ചു നേരം പോയിരിക്കാം. ഇന്നലെ ആണെങ്കിലും സ്മിത ചേച്ചി അതിനകത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ എനിക്കവിടെ ഇരിക്കാനും കിടക്കാനും ഒന്നും പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ ആ ഒരു സമയത്ത് ഞാൻ ഹോളിൽ നിന്ന് എഴുന്നേറ്റ് മുറിയിലേക്ക് വന്നു. പക്ഷേ അമ്മ പറഞ്ഞതനുസരിച്ച് സ്മിത ചേച്ചി നേരെ കുളിക്കാൻ പോവുകയായിരുന്നു. അപ്പോൾ ബെഡിലിരിക്കാന്ന് വെച്ചാൽ സ്മിത ചേച്ചിയുടെ ഓരോ വസ്ത്രങ്ങളും അത് ബെഡിൽ തന്നെയായിരുന്നു വിരിച്ചിട്ടിരുന്നത്. അത് ഇട്ടിരുന്ന ഡ്രസ്സ് തന്നെയായിരുന്നു. പിന്നെ അമ്മ സാരിയോ മറ്റോ സ്മിത ചേച്ചിക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ടാവാം എന്ന് ഞാൻ കരുതി. അപ്പം തന്നെ സ്മിത ചേച്ചിയുടെ ഓരോ ഡ്രസ്സും കാര്യങ്ങളും ഞാൻ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു. ശേഷം ഞാൻ ആ കട്ടിലിൽ കയറിയിരുന്നു. എന്തൊക്കെയാലും കുറച്ചു നേരം ഇവിടെ ഇരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ ഇരുന്നത്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ മൊബൈലിൽ കളിച്ച് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞിട്ടും സ്മിത ചേച്ചി ഇറങ്ങിയിട്ടില്ല. ഞാൻ അങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു. അമ്മയാണെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ നിൽക്കുകയായിരുന്നു. ചേച്ചി അവിടേക്കും കാണുന്നൊന്നുമില്ല, അച്ഛനെയും കാണുന്നില്ല, രണ്ടുപേരും എങ്ങോട്ടോ പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മുറിയിൽ അങ്ങനെ തന്നെ ഇരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ സ്മിത ചേച്ചി കഥക് തുടങ്ങുന്നതും ഞാൻ കേൾക്കുന്നത് ഒരേ സമയമായിരുന്നു. കുളിച്ചിറങ്ങി വരുന്ന സ്മിത ചേച്ചിയെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഞാൻ അത് പറയണമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ഒരു പുഞ്ചിരിയോടെ പുറത്തോട്ട് ഇറങ്ങി വന്നു. നീ ഇവിടെ ഇരിക്കുകയാണോ? ഞാൻ കരുതിയില്ല നീ ഇവിടെ ഇരിക്കുമെന്ന്. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞേ? ഞാൻ എന്താ ഇവിടെ ഇരുന്നൂടെ എന്ന് ഞാൻ സ്മിത ചേച്ചിയുടെ എടുത്തു ചോദിക്കുന്ന സമയത്ത് സ്മിത ചേച്ചി പറഞ്ഞു, നിനക്കതൊക്കെ പുച്ഛമുള്ള കാര്യമല്ല എൻ്റെ കുട്ടാ. ഞാൻ ഇന്നലെ ഇവിടെ ഇരുത്താൻ പറഞ്ഞു കഴിഞ്ഞപ്പം നീ ഇരുന്നില്ലല്ലോ. ഇപ്പോഴാണെങ്കിൽ ശരി തന്നെ, നിനക്ക് അതൊക്കെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് ഞാൻ ചേച്ചി അടുത്തായിട്ട് പറഞ്ഞു, ചേച്ചി അമ്മ പറഞ്ഞൊന്നും കാര്യമാക്കണ്ട. ഇപ്പം ചേച്ചിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ ചേച്ചി ഇട്ടോ അത്. പക്ഷേ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഗ്രാമപ്രദേശമായതുകൊണ്ട് മാത്രമാണ്. അത് ചേച്ചി ഒന്ന് മനസ്സിലാക്കിയാൽ മതി. എടാ അതൊന്നും കുഴപ്പമില്ല, എനിക്കിഷ്ടമുള്ള കാര്യങ്ങളാണ് സാരി ഉടുക്കാനും പിന്നെ അവിടേക്ക് പോയി വരാനും എല്ലാം. അതൊക്കെ ഇഷ്ടമുള്ള കാര്യം തന്നെ. അപ്പോൾ അമ്മ പറഞ്ഞതിനകത്ത് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതൊന്നും പ്രതികരിക്കാതെ എല്ലാം ഇങ്ങനെ കേൾക്കുന്നത് സ്മിത ചേച്ചിയുടെ നല്ല മനസ്സ് തന്നെയാണെന്ന് എനിക്ക് തന്നെ തോന്നി. അല്ലാതെ ഇതൊന്നും ആരും അങ്ങനെ കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ സ്മിത ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. ശേഷം മുറിയുടെ ആ ഒരു വാതിലടച്ചു. തിരികെ വന്ന സ്മിത ചേച്ചി എന്നോടായിട്ട് പറഞ്ഞു, എടാ എനിക്ക് സാരി ഉടുത്ത് പരിചയമൊന്നുമില്ല, എന്തൊക്കെയോ പണ്ട് കുത്തി കാണിച്ചിട്ടുണ്ട്, അല്ലാതെ എനിക്ക് കറക്റ്റായിട്ട് അത് ഉടുക്കാനോ പിടിക്കാനോ ഒന്നും അറിയില്ല. അതാ എൻ്റെ ഒരു പ്രശ്നം. നിനക്കതിനെക്കുറിച്ച് വല്ല ഐഡിയാസോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ? അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു, എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല, പക്ഷേ കുറേയൊക്കെ കാര്യങ്ങൾ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് ഒന്നെങ്കിൽ അമ്മയ്ക്കോ ചേച്ചിക്കോ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്ന് ഞാൻ സ്മിത ചേച്ചിയോട് പറഞ്ഞു. ഓ, എന്നെങ്കിൽ നീ എനിക്കും കൂടെ ഹെൽപ്പ് ചെയ്താ കുട്ടാ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയത്തുമില്ല, പിന്നെ പഠിക്കണമെന്ന് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ എപ്പോഴും അങ്ങനെ കിട്ടണമെന്നില്ല. അതൊക്കെ എൻ്റെ പ്രശ്നങ്ങൾ എന്ന് സ്മിത ചേച്ചി പറയുമ്പോൾ അതിൻ്റെ കാര്യമൊന്നും ആലോചിച്ച് ചേച്ചി ഇങ്ങനെ പേടിക്കൊന്നും വേണ്ട. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം.
അതൊക്കെ നമുക്ക് പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. അങ്ങനെ ആ ഒരു സമയത്ത് സ്മൃതി ചേച്ചി സാരിയും കാര്യങ്ങളൊക്കെ ഉടുക്കാനായി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സ്മൃതി ചേച്ചിക്ക് പറഞ്ഞു കൊടുത്തു. അത് ലെഫ്റ്റ് സൈഡിലേക്ക്, ഇത് റൈറ്റ് സൈഡിലേക്ക്. ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ സ്മൃതി ചേച്ചിക്കും എൻ്റെ ആ ഒരു സാമീപ്യം ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് സ്മിത ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ കാര്യം ഇവിടെ കട്ടപ്പുകയായിരുന്നേനെ. എനിക്കാണെങ്കിൽ ഒന്നും അറിയത്തില്ല. പിന്നെ ഇത് ഹെൽപ്പ് ചെയ്യാനാണെങ്കിൽ ചില സമയത്ത് എൻ്റെ ചേച്ചിയെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല. അപ്പോൾ തന്നെ ഞാൻ സ്മിത ചേച്ചിയോട് ചോദിച്ചു, ചേച്ചിയും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷനോ എന്തെങ്കിലും ഒരു പ്രശ്നമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ ചോദിച്ച സമയത്ത് തന്നെ സ്മിത ചേച്ചി പറഞ്ഞു, അവൾക്ക് എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈലും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. പിന്നെ നിങ്ങളുടെ അതുകൊണ്ട് തന്നെയാണ് നിന്നെ ഞാൻ കുറച്ച് മോട്ടിവേറ്റ് ചെയ്തത്. പിന്നെ അല്ലാതായിട്ട് മറ്റൊന്നുമില്ല. പിന്നെ എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന കാര്യം നിനക്കറിയാലോ. അത് അവൾക്കറിയാം, ആ ഒരു കാര്യങ്ങളൊക്കെ. അതൊന്നും അവൾക്കത്ര ദഹിച്ചിട്ടില്ല. അതൊക്കെ തന്നെയുള്ളൂ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ, വേറെ ഒന്നുമില്ല. അപ്പം ഞാൻ തന്നെ പറഞ്ഞു, ചില സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ വന്ന് ചേച്ചിയുടെ അടുത്ത് നിൽക്കുമ്പോൾ എൻ്റെ ചേച്ചിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല, എന്തോ അതേപോലെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്ന കണക്ക് അതെനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് ചോദിച്ചാൽ പെട്ടെന്ന് സ്മൃതി ചേച്ചിയും എൻ്റെ അടുത്ത് അതേ കാര്യം തന്നെ പറഞ്ഞു. അവൾക്ക് അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നി. ചില സമയത്ത് നീയുമായിട്ട് നിൽക്കുന്ന സമയത്താണെങ്കിലും അവൾ വന്നിട്ട് അങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ട്, ഇടയ്ക്ക് കയറുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് സ്മൃതി ചേച്ചി എൻ്റെ അടുത്തേക്ക് പറഞ്ഞു. അപ്പോൾ ഇന്ന് എവിടെയാണ് നമ്മൾ പോവുക? നമ്മൾ രണ്ടുപേരും കൂടെ എവിടെ പോകുന്നു സ്മൃതി ചേച്ചി എന്നോട് പറഞ്ഞില്ലേ? അതെപ്പോഴാണ് പോവുക എന്ന് ഞാൻ ചോദിക്കുമ്പോൾ സ്മൃതി ചേച്ചി എന്നെ പറഞ്ഞു, എടാ അതിന് സമയമായിട്ടില്ല, നമുക്ക് സമയമാവുന്ന സമയത്ത് പോകാം. അതുപോരെ? ഈ സമയത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നുകിൽ നിന്റെ ചേച്ചിയോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും ശ്രദ്ധിക്കും. അത് കഴിഞ്ഞാൽ നമ്മുടെ യാത്ര മൊത്തം കുളമാവും. അതിനൊക്കെ നല്ലതല്ലേ? സ്മൃതി ചേച്ചിയും അച്ഛനും എവിടെയൊക്കെ പോയേക്കാണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഇവിടെ ഇല്ല. പിന്നെ അമ്മ മാത്രമേ ഉള്ളൂ അടുക്കളയിൽ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും എന്ന് ഞാൻ സ്മൃതി ചേച്ചിയുടെ അടുത്ത് പറയുമ്പോൾ സ്മൃതി ചേച്ചിക്കും ആ ഒരു ആവേശം ഉണ്ടായിരുന്നു. പക്ഷേ ഈ സാരിയൊക്കെ എടുത്തിട്ട് അതെങ്ങനെ പോവുക എന്നൊക്കെ സ്മൃതി ചേച്ചി ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. ആ ടൈമിൽ ഞാൻ പറഞ്ഞു, എന്തൊക്കെയായാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇറങ്ങും, അമ്മയൊന്ന് ജസ്റ്റ് കാണിച്ചിട്ട് അതൊക്കെ പുറത്തേക്ക് ഇറങ്ങുകയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ പിന്നെ ശ്രദ്ധിക്കത്തൊന്നുമില്ല, നമുക്ക് ഒന്ന് കറങ്ങിയൊക്കെ വരാം എന്ന് ഞാൻ സ്മൃതി ചേച്ചിയോട് പറയുമ്പോൾ സ്മൃതി ചേച്ചിക്കും ആ ഒരു ആവേശം കൂടി വന്നു. ശേഷം അവിടേക്ക് ചെന്ന് അമ്മയൊന്ന് മുഖം കാണിച്ചു. അവിടെ നിന്നിട്ട് അടുക്കളയിൽ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ സ്മൃതി ചേച്ചി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് കണ്ണ് കാണിച്ചു, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പം തന്നെ എനിക്ക് ആവേശം കൂടി പോകാനുണ്ട്. ഞാൻ കുറച്ചുകൂടെ ഒന്ന് റെഡിയായി, തലയിരി, മുടി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഡ്രസ്സും കാര്യങ്ങളൊക്കെ പുതിയതിട്ട് ആരും കാണാതെ സ്മൃതി ചേച്ചിക്കൊപ്പം ഇറങ്ങി. ആ സമയത്ത് തന്നെയായിരുന്നു അച്ഛനും ചേച്ചിയും അവിടേക്ക് വരുന്നതായിട്ട് എനിക്ക് തോന്നിയത്. ദേ അവർ വരുന്നുണ്ട്, ഒന്ന് മാറി നിന്നേക്കാം എന്ന് പറഞ്ഞ് ഞാൻ സ്മൃതി ചേച്ചിയും കൊണ്ട് ഒരു മാവിൻ തൊപ്പിൻ്റെ തൊട്ടടുക്കിലേക്ക് മാറി നിന്നു. അതുകൊണ്ട് തന്നെ മറ്റാരും കാണത്തില്ലെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അങ്ങനെ അവരകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അവിടെ ഞങ്ങൾ കാണാൻ ആഗ്രഹിച്ച കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. അവിടേക്ക് തന്നെയായിരുന്നു യാത്ര. യാത്രയിൽ ആ ഒരു സമയത്ത് തന്നെ തുടക്കം മുതൽ സ്മൃതി ചേച്ചി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം കൂടെ വരുന്നത് ഞാനാണല്ലോ. അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ പിന്തുണയും ചേച്ചിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചേച്ചിക്ക് ആ ഒരു സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് ഒരു മൊട്ടക്കുന്നിൻ്റെ മുകളിലെത്തി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ സ്മൃതി ചേച്ചിയും ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു സ്ഥലത്ത്. അവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണെങ്കിൽ പോലും അന്നത്തെ ദിവസം അത് രാവിലെ ആയതുകൊണ്ട് തന്നെ ആരും അവിടെ ഇല്ലായിരുന്നു. എടാ നമുക്കിവിടെ കുറച്ച് നേരം ഇരിക്കാം എന്ന് പറഞ്ഞ് സ്മൃതി ചേച്ചി എന്നെ അവിടെ പിടിച്ചിരുത്തി. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ ഒറ്റയ്ക്കിരിക്കാൻ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സ്മൃതി ചേച്ചി ഉണ്ടായത് കൊണ്ട് തന്നെ എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പോയത് തന്നെ. പെട്ടെന്ന് സ്മൃതി ചേച്ചി എന്നോടായിട്ട് ചോദിച്ചു, എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിനക്കൊരു പ്രേമവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്നൂടെ, നിനക്ക് നിൻ്റെ പെണ്ണിനും കൂടെ, അത് നല്ലതല്ലേ എന്ന് സ്മൃതി ചേച്ചി ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ വായും പൊളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. നീ ഇങ്ങനെ വായും പൊളിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അവിടെ ഒരു ഗ്രാമപ്രദേശത്ത് തന്നെയാണെങ്കിലും അവിടെയുള്ള ആരെങ്കിലും നോക്കിയാൽ മതി. അവിടെ ആണെന്നുണ്ടെങ്കിൽ നല്ല നല്ല പെമ്പിളാരെ കിട്ടില്ലേ, ഒന്ന് ചാക്കിലാക്കി നോക്കാം. അതാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഒരു കമ്പനിയായി, അവർക്കൊരു കമ്പനിയായി. പിന്നെ
അങ്ങനെ അഡ്ജസ്റ്റ് ആയിട്ട് ഇങ്ങനെ പോകുമ്പം നല്ലത് തന്നെ ആയിരിക്കില്ലേ എന്ന് സ്മൃതിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു. പെട്ടെന്ന് എനിക്ക് തന്നെ തോന്നി ഇതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ എൻ്റെ ചേച്ചിക്ക് സ്മൃതി ചേച്ചിയും ഞാനുമായിട്ട് ഒരുപാട് അടുക്കുന്നത് ഇഷ്ടമല്ലാത്തത്. ചിലപ്പോൾ സ്മൃതി ചേച്ചിക്ക് ഇങ്ങനെ കുറേ ഉപദേശിക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എന്ന് ഞാൻ ചുമ്മാ ചിന്തിച്ചു. പക്ഷേ അതായിരുന്നോ എന്ന് ഞാൻ തന്നെ എന്നോട് തന്നെ ചോദിച്ചു. പക്ഷേ അതായിരുന്നില്ല. എനിക്കറിയാത്ത അവർക്ക് രണ്ടുപേരും അറിയുന്ന സ്മൃതി ചേച്ചിയുടെ എന്തോ ഒരു കാര്യം എൻ്റെ ചേച്ചിക്ക് അറിയാം. അതുതന്നെയാണ് ചേച്ചിക്ക് ആ ഒരു കാര്യം എന്നെനിക്ക് തോന്നിപ്പോയി. പെട്ടെന്ന് സ്മിത ചേച്ചി എന്നോട് ചോദിച്ചു, നീ എപ്പോഴും എന്താ എൻ്റെ റൂമിലേക്ക് കയറി വരുന്നേ? എനിക്ക് അതെപ്പോഴിങ്ങനെ തോന്നിയിട്ടുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അത് ചേച്ചിക്ക് ഞാൻ എൻ്റെ റൂം തന്നതല്ലേ, അത് ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ എനിക്കത് യൂസ് ചെയ്തൂടെ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ സ്മിത ചേച്ചി എന്നെ പറഞ്ഞു, ആ ഉവ്വ ഈ സമയത്താണെന്നുണ്ടെങ്കിലും നിന്നെ ഞാൻ അവിടെ കാണും കേട്ടോ. ചിലപ്പോൾ എനിക്ക് തോന്നും നീ എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വന്നെയാണെന്ന്. ഞാൻ ആ സമയത്ത് സ്മൃതി ചേച്ചിയുടെ തെറ്റിദ്ധാരണ മാറ്റി. എനിക്ക് പുറത്തിറങ്ങാൻ പേടിയുണ്ട് രാത്രിയിലൊക്കെ, അതുകൊണ്ടാണ് ഞാൻ ആ വാഷ്റൂമിൽ പോകാനും കാര്യങ്ങൾക്കൊക്കെ അവിടേക്ക് കയറി വരുന്നത് എന്ന് പറയുമ്പോൾ സ്മൃതി ചേച്ചി പിന്നെ പറഞ്ഞു, ആ ഉവ്വ നീ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു, നീ എൻ്റെ അടുത്ത് സംസാരിക്കാനല്ലേ അങ്ങോട്ട് വരുന്നത് എന്ന് സ്മൃതി ചേച്ചി ആവർത്തിച്ച് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അല്ല ചേച്ചി, ഞാൻ ഈ ഒരു കാര്യത്തിനാണ് വന്നത്. ഞാൻ എത്ര പറഞ്ഞിട്ടും സ്മൃതി ചേച്ചി അത് അംഗീകരിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ തന്നെ പറഞ്ഞു, ആ അതിന് തന്നെ വന്നത്, എന്താ ഇപ്പം എന്ന് ചോദിക്കുമ്പോൾ സ്മൃതി ചേച്ചി തന്നെ പറഞ്ഞു, അതങ്ങ് സമ്മതിച്ചാൽ പോരെ, നീ എന്തിനാ ഇങ്ങനെ വട്ടം ചുറ്റിപ്പിടിക്കുന്നത്? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ സ്മൃതി ചേച്ചിയും കൂടെ ആ ഒരു മുട്ടക്കുന്നിൽ തന്നെ ഇരുന്നു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ സ്മൃതി ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് എൻ്റെ അടുത്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല. പിന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ സ്മൃതി ചേച്ചിയായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. ഇന്നലെ തവണയാണെന്നുണ്ടെങ്കിലും നമ്മൾ അവിടെയൊക്കെ പോയ സമയത്ത് സ്മൃതി ചേച്ചി പറഞ്ഞ ഓരോ കാര്യങ്ങളും എൻ്റെ മനസ്സിൽ തന്നെയുണ്ട്. അതങ്ങനെ മാഞ്ഞു പോകുന്നൊന്നുമില്ല. അതൊക്കെ ഞാൻ സ്മൃതി ചേച്ചിയുടെ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു. എൻ്റെ ഓരോ സംസാരവും സ്മൃതി ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെ എനിക്ക് തോന്നി. പെട്ടെന്ന് സ്മൃതി ചേച്ചി അടുത്ത ചോദ്യമായി ഒന്ന് കഴിഞ്ഞ് മറ്റൊന്നെന്ന് പറയുന്ന പോലെ, നിനക്ക് ഞാൻ സാരി ഉടുക്കുന്നതാണോ അതോ മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്നതാണോ ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ ആ മുട്ടക്കുന്നിരുന്ന് ഞങ്ങൾ രണ്ടുപേരും വരുന്ന സമയത്ത് ഞാൻ തന്നെ സ്മൃതി ചേച്ചിയോട് പറഞ്ഞു, എനിക്ക് ചേച്ചി വെസ്റ്റേൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഇടുമ്പോഴാണ് ഇഷ്ടം, അത് എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല, അത്ര മാത്രമേ ഉള്ളൂ. ആ എനിക്കത് തോന്നിപ്പോയി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ നീയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് എന്തൊക്കെയോ പറയാൻ വരുന്ന കണക്കന്നെ അതെനിക്ക് ഫീൽ ചെയ്തായിരുന്നു എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു, ചേച്ചിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചേച്ചി ഇടുക, ആ ചേച്ചിയുടെ സ്വാതന്ത്ര്യമല്ലേ എന്ന് പറഞ്ഞു. ആ ടൈമിൽ തന്നെ ചേച്ചി എന്നെ ചേർത്ത് പിടിച്ചു. നിന്നെപ്പോലെ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടായാൽ മതി നമ്മുടെ ആ ഒരു ലൈഫിൽ രക്ഷപ്പെടാൻ. എല്ലാവർക്കും അതിൻ്റേതായ ഇഷ്ടങ്ങളുണ്ട്, അത് മറ്റാരും മനസ്സിലാക്കുന്നില്ലെന്ന് മാത്രം എന്ന് മാത്രം ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ പിന്നെയും ഒരാഗ്രഹം തോന്നി, ചേച്ചി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ചേച്ചി എന്താ ആ റിലേഷൻഷിപ്പ് വേണ്ടെന്ന് വെച്ചേ, അത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൂടായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ചേച്ചി എന്നെ മറുപടി പറഞ്ഞു, അതൊന്നും ശരിയാവില്ലടാ, ഓരോ കാര്യങ്ങൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ അത് പിന്നെ നമുക്ക് ശരിയാവില്ലല്ലോ. അതെന്താ ചേച്ചി എക്സ്പെക്റ്റ് ചെയ്ത കാര്യം? എനിക്കും ഒരു ആകാംക്ഷ തോന്നി. ആള് ഞാൻ ഉദ്ദേശിച്ച ഒരാളല്ലായിരുന്നു, ആൾക്ക് എന്നോടല്ല താല്പര്യം, പിന്നെ ആരോടായിരുന്നു താല്പര്യം എന്ന് പറയുന്ന സമയത്ത് അവരെന്നോട് ആ ഒരു കാര്യം പറഞ്ഞു, നിൻ്റെ ചേച്ചിയെടുത്തായിരുന്നു ആ താല്പര്യങ്ങൾ, അതുതന്നെയാണ് ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നം വരാൻ കാരണം. ആ ഒരു സമയത്ത് ഞാൻ ആ ഒരു കാര്യം പെട്ടെന്ന് ശ്രദ്ധിച്ചു. ചേട്ടാ ഇങ്ങനെയൊരു കാര്യം ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ അവൾക്കും താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷേ വീട്ടുകാരുടെ സമ്മതത്തോടെ അവർക്ക് കല്യാണം കഴിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കത്തില്ല. അതുകൊണ്ടാണ് അത് അവളും വേണ്ടാന്ന് വെച്ചത്. പക്ഷേ അവർ തമ്മിൽ ഒന്നിക്കണമെന്നായിരുന്നു ഞാനും കരുതിയത്. അതായിരുന്നു ഞങ്ങൾക്കിടയിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. പക്ഷേ ആ നിമിഷം ഞാനിങ്ങനെ സ്മിത ചേച്ചി പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിരുന്നു. പിന്നാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നി സ്മിത ചേച്ചിയോട് കൂടുതൽ കാര്യമൊന്നും ചോദിക്കേണ്ട എന്ന്. ചിലപ്പോൾ ആ മനസ്സ് വിഷമിച്ചാലോ
എന്ന് വിചാരിച്ചിരുന്നു. പെട്ടെന്ന് ചേച്ചി എൻ്റെ അടുത്തായിട്ട് ചോദിച്ചു, നിനക്ക് നിനക്കെന്താ ഈ കഥ കേട്ടിട്ട് തോന്നുന്നത്? പെട്ടെന്ന് ഞാൻ പറഞ്ഞു, എനിക്കൊന്നും അങ്ങനെ തോന്നുന്നില്ല ചേച്ചി. ചേച്ചിയുടെ ഇഷ്ടങ്ങളല്ലേ? അതെ, എൻ്റേതായ ഇഷ്ടങ്ങളാണ്. ഇനി ഞാൻ ജീവിക്കുന്നത് എൻ്റേതായിട്ടുള്ള ജീവിതങ്ങൾക്ക് മാത്രമാണ് എന്ന് മാത്രം ജനിച്ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. ശേഷം ഞാനും ചേച്ചിയും കൂടെ ആ കുന്നിൽ നിന്ന് എഴുന്നേറ്റ് ഒന്ന് ഉള്ളോട്ട് നടക്കാൻ തുടങ്ങി. അവിടെയാണെങ്കിൽ ആരുമില്ലായിരുന്നു. ആ സമയത്ത് ജനിച്ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് ഒരുപാട് ഇഷ്ടമാണ്ടാ. പിന്നെ ഇങ്ങനെ ആരെങ്കിലും കൂടെ വേണം സംസാരിക്കാനും ഒന്ന് ചേർത്ത് പിടിക്കാനുമൊക്കെ. അതൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചിയെ ഞാൻ ചേർത്ത് പിടിക്കുന്നില്ലേ? അതുപോലെ നീ ശരിക്കും എന്നെ ചേർത്ത് പിടിക്കുന്നുണ്ടോ? അത് എനിക്കങ്ങനെ ഡീപ്പായിട്ട് തോന്നിയിട്ടില്ല എന്ന് ജനിച്ചേച്ചി ഒരു നിറകണ്ണുകളോടെ എന്നോട് പറഞ്ഞു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ ചേച്ചിയുടെ കൂടെ ഉണ്ടപ്പോഴും എന്ന് പറഞ്ഞ് ചേച്ചി ഒന്ന് ചേർത്ത് പിടിച്ചു. ആ ഒരു കാര്യങ്ങൾ ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ ഞാൻ സ്മിത ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, ചേച്ചി നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ, ആ ഒരു കാട്ടിൻ്റെ ആ ഒരു ഉള്ളേരിയയിലേക്ക്. എടാ, വല്ല കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അതിനകത്ത് എന്ന് സ്മിത ചേച്ചി എൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത്, അതൊന്നുമില്ല, ചേച്ചി എൻ്റെ കൂടെ വന്നാൽ മതി. ഞാൻ ചേച്ചിയെ വീണ്ടും നിർബന്ധിച്ചു അവിടേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ ചേച്ചി എൻ്റെ കൂടെ വന്നു. അവിടെ വന്ന് കുറേ അത്തിപ്പഴങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അത് പറിക്കാനായിരുന്നു ചേച്ചിയും കൊണ്ട് ഞാൻ അവിടേക്ക് പോയത്. ചേച്ചിക്ക് അതൊരു സസ്പെൻസ് തന്നെയായിരുന്നു. ഞാൻ അവിടേക്ക് കൊണ്ടുവന്ന് അവിടെ ചെന്ന് കാണിച്ച സമയത്ത് ചേച്ചി അവിടെ കിടന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു, വാവ് വാവ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം തന്നെ ഞാൻ പറഞ്ഞു, ചേച്ചി ഇതെല്ലാം ചേച്ചിക്കുള്ളതാ, ഞാൻ പിടിച്ചു തരാം എല്ലാം എന്ന് പറഞ്ഞ് ഞാൻ അതിൻ്റെ മുകളിലേക്ക് കയറി ഓരോ പഴങ്ങളും ഇറുത്തുകൊണ്ട് വന്നു. ചേച്ചി അത് മധുരത്തോടെ കഴിക്കുന്നുണ്ടായിരുന്നു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, കുറച്ച് എനിക്കൂടെ തരുമോ എന്ന് ചോദിക്കുമ്പോൾ ചേച്ചി എനിക്കായിട്ട് എടുത്തുനിന്ന് കുറച്ച്. അങ്ങനെ ഞാനും അത് കടിച്ചെടുത്തു. അങ്ങനെ രണ്ടുപേരും ആ സമയത്ത് അവിടെ നിന്ന് അങ്ങനെ പഴം കഴിക്കുകയായിരുന്നു. അപ്പം തന്നെ ചെറിയ ചെറിയ കുരങ്ങന്മാർ അതുവഴി ഓടുന്നുണ്ടായിരുന്നു. ചേച്ചി അതെല്ലാം നോക്കിക്കൊണ്ട് നിന്നു. പെട്ടെന്ന് ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ, നമ്മൾ രണ്ടുപേരും കുരങ്ങന്മാരായിരുന്നെങ്കിൽ എന്തായിരുന്നേനല്ലേ? ഞാൻ പറഞ്ഞു, ചേച്ചിക്ക് എന്താ അങ്ങനെ ഒരു പൂതി ഇപ്പോൾ? അങ്ങനെ അല്ല, നമ്മളെങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നും ആലോചിക്കുന്നില്ലായിരുന്നു, പിന്നെ ടെൻഷനൊന്നുമില്ല, ഇങ്ങനെ അടിച്ചു പിടിച്ച് നടക്കായിരുന്നു. പഴങ്ങളൊക്കെ കടിച്ചു പറിച്ച് മരത്തിലൊക്കെ കയറി കയറി അങ്ങനെ നടന്നൂടെ? ആ ഓവ. ചേച്ചി പെട്ടെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, എടാ, നിനക്കതൊക്കെ ഇഷ്ടമാണോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ? ആ, ഒരു കിളിപോയ രണ്ടുപേര്, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളൂ ഞാനും ചേച്ചിയും എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചിയുടെ കണ്ണിലേക്ക് ഞാൻ നോക്കുന്ന സമയത്ത് ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് പലപ്പോഴും നിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാനൊക്കെ ഇഷ്ടമാണ്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളും അനുഭവിക്കുന്നത് ഇഷ്ടമാണ്. അത് നീ ഇവിടെ മനസ്സ് വെക്കണം. നിൻ്റെ സാമീപ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കേട്ടിരിക്കാനും അത് വീണ്ടും വീണ്ടും നിൻ്റെ അടുത്ത് പറയാനും എനിക്കൊരുപാട് ഇഷ്ടമാണ്. ചേച്ചിയുടെ ആ പറച്ചിലിൽ ഞാനിങ്ങനെ കേട്ടിരുന്നു. എടാ, എനിക്കൊരാഗ്രഹമുണ്ട്. അത് മറ്റൊന്നുമില്ല, എനിക്ക് ഒരു ചൂട് വേണമെന്നുള്ള ആഗ്രഹം. അത് നല്ലൊരു പാർട്ട്ണർ. അത് എപ്പോഴാണോ എങ്ങനെയാണോ എന്ന് എനിക്കറിയേണ്ട ആവശ്യമില്ല. എനിക്കങ്ങനെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അതെനിക്കെപ്പോഴും ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ് എന്ന് ചേച്ചി സ്മിത ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. ചേച്ചിയുടെ ഓരോ കാര്യങ്ങളും ഞാനങ്ങനെ കേട്ടിരിക്കാൻ ശ്രമിച്ചു. ചേച്ചിക്ക് ഞാൻ ഒരു നല്ല കേൾവിക്കാരനാവാൻ ഒരുപാട് ഇഷ്ടമാണ്. എടാ, സമയം ഒരുപാട് ആയില്ലേ, നമുക്കിനി വീട്ടിലേക്ക് വിട്ടാലോ എന്ന് സ്മിത ചേച്ചി എൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, ആ, പതുക്കെ നമുക്ക് പോവാം. ഇപ്പോൾ നേരം വൈകിട്ടൊന്നുമില്ലല്ലോ, നീ പിന്നെ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ നിന്നെ ഇങ്ങനെ പിടിച്ചു നിർത്താനായിട്ട്. അപ്പം പതുക്കെ നീ പോയാൽ മതി എന്ന് പറയുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ എന്താ ഇവിടെ പിടിച്ച് കെട്ടിയിടുവാണോ? അതെ, നിന്നെ ഇവിടെ പിടിച്ച് കെട്ടിയിടാൻ പോവാണ് ഞാൻ, ദേ ഈ മരത്തിൽ എന്ന് അവരെൻ്റെ അടുത്ത് പറഞ്ഞു. ആ, ഞാനിങ്ങനെ കെട്ടിയിട്ട് കിടന്നു കഴിഞ്ഞാൽ ചേച്ചി പിന്നെ എന്ത് ചെയ്യും?
ചേച്ചി ഒറ്റയ്ക്കായി പോവില്ലേ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ കാട്ടിൽ അങ്ങനെ നിൽക്കുകയായിരുന്നു. ഈ ഒരു കഥയുടെ അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ കഥ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി വീണ്ടും കാണാം. ബൈ ബൈ.